പണ്ടൊക്കെ ഒരു ഓണം, ഒരു വിഷു, ഒരു ബർത്ത്ഡേ, ഒരു കല്യാണ നാൾ, എന്ത് വന്നെന്ന് പറഞ്ഞാലും ആഘോഷം വലുതായിട്ട് ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഓണത്തിന് മാത്രമാണ് 10-28 കറികളോ 30 കറികളൊക്കെ വെച്ചിട്ട് ഓണം ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഓണത്തിനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാമ്പാർ, അവിയൽ, പരിപ്പ് കറി, തോരൻ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത്. തോരൻ പലതരം തോരൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഓണത്തിനാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട്, ക്യാരറ്റ്, അല്ലെങ്കിൽ മുട്ടക്രോസ്, ഇങ്ങനെയൊക്കെ നമ്മൾ സാധാ തോരൻ വയ്ക്കാറുണ്ട് വീട്ടിൽ. പപ്പായ കൊണ്ട് തോരൻ വെക്കാറുണ്ട്. അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കായ്കനികൾ കൊണ്ടാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറികൾ ഉണ്ടാക്കിയിരുന്നത്. ഓണത്തിനാണ് കൂടുതലും പച്ചക്കറി ഓവറായിട്ട് കറികൾ ഉണ്ടാക്കി. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അച്ചാർ ഐറ്റംസുകളെല്ലാം, പപ്പടം പോലും ഓണത്തിനാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നും പപ്പടം ഉണ്ടാക്കാം വേണമെങ്കിൽ, അല്ലേ? എന്നും അച്ചാർ ഉണ്ടാക്കാം. പക്ഷെ അന്ന് അങ്ങനെയല്ല. അപ്പോൾ ഇതുപോലെ വിശേഷ നാളുകളൊന്നും അന്ന് ഉണ്ടായിരുന്നു. ആരും ആഘോഷിക്കാനുള്ള ഒരു സന്ദർഭമോ സംവിധാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാശില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തോട്ടിൽ കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ അലക്കി പിഴിഞ്ഞ് അത് ഉടുത്തുകൊണ്ട് സ്കൂളിൽ പോയൊരു കാലഘട്ടം. ഉടുപ്പ് പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടം. വെറും കപ്പ പുഴുങ്ങി പച്ചവെള്ളം കുടിച്ചുകൊണ്ട് പോയൊരു കാലഘട്ടം. ഇന്ന് ഭക്ഷണങ്ങൾ അതികവിഞ്ഞ് ഭക്ഷണങ്ങളാണ്. ഇന്നൊരു ബർത്ത്ഡേ വന്നാൽ അപ്പം പോയി നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണല്ലേ. പിന്നെ ഇന്ന് നമ്മൾ എന്താ പറയുന്നത്, ചെറിയ ചെറിയ ആഘോഷങ്ങൾ പോലും കൊണ്ടാടുകയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊരു കേക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഈ പഴവർഗ്ഗങ്ങളിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പഴം, ഏത്തപ്പഴം, കപ്പപ്പഴം, ഇങ്ങനത്തെ പഴവർഗ്ഗങ്ങളിൽ ഇങ്ങനത്തെ ഐറ്റം, പഴം കുലയിൽ വരുന്ന പഴങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓറഞ്ച്, ആപ്പിളൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ എങ്ങാനും അച്ഛൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ എവിടെയെങ്കിലുമൊക്കെ സിറ്റിയിൽ പോകുമ്പോഴാണ് നമ്മളിങ്ങനെ കടകളിൽ ഇരിക്കുന്ന കണ്ടിട്ടുള്ള മുന്തിരി ഇങ്ങനെയൊക്കെ. ഇന്ന് കഴിച്ചിട്ട് പോലും ഇല്ല. എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള കൂടുതൽ വാഴയ്ക്കപ്പം, സുഖിയൻ, പിന്നെ ബോണ്ട, പിന്നെന്താണ് അങ്ങനെയുള്ള ഈ ചായക്കടകളിൽ ഇരിക്കുന്ന കുറച്ച് കേക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനത്തെ ഈ 4 ഇതിലുള്ള മഞ്ഞ കേക്ക്, അങ്ങനത്തെ സംഭവമൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഇപ്പം ഇല്ലാത്ത ഫുഡ് ഐറ്റംസുകൾ ഇല്ല. പിന്നെ മട്ടൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഞായറാഴ്ച, അന്നൊക്കെ ഞായറാഴ്ചകളിൽ മട്ടൻ കട്ട് ചെയ്യും. അപ്പം എല്ലാ ഞായറാഴ്ചകളിലും മിക്ക വീടുകളിലും മട്ടൻ വാങ്ങും. മട്ടനൊക്കെ കഴിച്ചിട്ടുണ്ടില്ല എന്ന് പറഞ്ഞാൽ അന്ന് റേഷൻ അരിയാണ്. വില അരിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ റേഷൻ കടയിലെ അരിയാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അല്ല, ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു വിശേഷ ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഡ്രസ്സുകൾ വാങ്ങുകയാണ്. ഞാൻ ഉൾപ്പെടെ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല, വാങ്ങുകയാണ്. അപ്പം നമ്മൾ ഒരുപാട്, ഞാൻ പിന്നെ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് വാങ്ങിയാൽ ഒന്ന് ആർക്കെങ്കിലും കൊടുക്കും. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം വസ്ത്രമില്ലാതെയും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങളങ്ങനെ ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സാരി വാങ്ങിക്കഴിഞ്ഞാൽ സാരി ഒരു ദിവസം ഉടുത്തിട്ട് പിന്നെ അതിനെ വേറൊരു മോഡൽ ഡ്രസ്സാക്കും. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇതൊരു സാരി നമ്മൾ വാങ്ങുകയാണ്, ഇത് എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ സാരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണമാണ് പറയുന്നത്, വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അടുത്ത് എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ ഇതൊരു ധാവണിയും പാവടയാക്കാം. അപ്പോൾ നമ്മുടെ ഇതിന് മേച്ചിലുള്ള ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അരസാരിയായി, അതൊരു വെറൈറ്റി ഡ്രസ്സായി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ഡ്രസ്സ് കണ്ടെത്തണമെന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഡ്രസ്സുകൾ വെച്ച് തന്നെ നമുക്ക് പല പല വെറൈറ്റി മോഡലുകൾ ഉണ്ടാക്കാം. അതിന് നമ്മുടെ തലയ്ക്കകത്ത് മസാല വേണം, കുറച്ച് ബ്രെയിനും വേണം. ഇത്ര ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം കാശുകൾ ഒരുപാട് വിനിയോഗിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. വെറുതെ കൊണ്ടുവന്ന് കളയുന്നവരുടെ കാര്യം ഞാൻ ഒരുപാട് കണ്ടിട്ട് ആണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു വിശേഷ ദിവസമൊക്കെ വന്നാൽ കുറഞ്ഞതൊരു 20,000 30,000 ഇല്ലാതെ തുണിക്കടയിൽ പോയി തുണിയെടുക്കാൻ പറ്റത്തില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 10-20 ഓണത്തിന്. എന്തിനാണെന്നറിയാമോ? കമ്മൽ, മാല, കുപ്പിവള, ചാന്തുപൊട്ട്, ചിങ്കാറ്, കൺമഷി, ഇതെല്ലാം കൂടെ വാങ്ങാനായിട്ട് തലയിൽ വെക്കുന്ന സ്ലൈഡ്, റിബണ് എല്ലാം കൂടെ 10 രൂപ കൊടുത്ത് കഴിഞ്ഞ് കിട്ടും. ഇന്ന് 10 രൂപയ്ക്ക് ഒരു ചായ പോലും കിട്ടണമെങ്കിൽ വളരെ റെയർ. ചില കടയിൽ 12 രൂപയ്ക്ക് ചായ, ചിലയിടത്ത് മാത്രമേ 10 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നമുക്ക്. കാശിൻ്റെ ആറാട്ടാണ്. ഓരോ സാധനത്തിനും തീ പാറുന്ന വിലയാണ്. ഈ കനൽ കൊണ്ടിട്ട് കത്തിപ്പിടിക്കും, അമ്മാതിരിയുള്ള വിലയാണ് സംഭവം. ഓക്കെ, സംബന്ധിച്ചു. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു തുണി ഷോപ്പിൽ പോകണമെങ്കിലും നല്ല എമൗണ്ട് കൊണ്ടുപോയാണ് ആൾക്കാർ തുണി എടുക്കുന്നതും വാങ്ങാനും പറ്റുള്ളൂ. എന്നാൽ ഈ വാങ്ങിയ ഡ്രസ്സെല്ലാം ഇങ്ങനെ അലമാരകളിൽ ഇങ്ങനെ ഇരിക്കും. ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ എന്തെങ്കിലും ഒരു നാൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് പൂപ്പടിച്ച് ഇങ്ങനെ വല്ലാത്തൊരു രീതിയിലിരിക്കും. എന്നാലും ആർക്കും കൊടുക്കത്തില്ല. ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ തീരെ മുഷിഞ്ഞ് കീറി പറഞ്ഞ് പഞ്ചറായ തുണികൾ ആർക്കെങ്കിലുമൊക്കെ വാരി കൊടുക്കും. അങ്ങനെ എന്തിനാണ് കൊടുക്കുന്നത്? ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഒരു കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ അത് ഏത് ദൈവം ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് വലുതാണ്. അവരുടെ മക്കൾ എന്ത് ചെയ്യും? ദൈവത്തിന് വിശ്വസിക്കുന്ന മക്കൾ എന്ത് ചെയ്യും? ക്ഷമ വേണം, ഒരു എന്താണ് പറയുന്നത്, ഒരു മനസാക്ഷി വേണം, ഒരു കരുണ വേണം, ഒക്കെയും വേണം. ദൈവത്തിൻ്റെ മക്കളാണ്. അയ്യോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിന് ഞാൻ എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവം ഒന്നും ചോദിക്കുന്നില്ല. ദൈവം പറയുന്നത് ഇല്ലാത്തവനെ സഹായിക്കാനാണ് പറയുന്നത്. ഒരു നേരം വിശക്കുന്നവന് അന്നം കൊടുക്കാനാണ്. അപ്പം നമ്മളൊരു നല്ല നാളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഈ 10,000 കറികളും വെച്ച് നമ്മൾ ആഡംബരം കാണിക്കുന്നതിന് പകരം നമ്മൾ ആവശ്യമുള്ള കറികൾ വെച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി സംഭവങ്ങൾ ഉണ്ടാക്കി വഴിയോരത്തിരിക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റിയ വളരെ പുണ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. വളരെ പുണ്യമാണ്. ഈ വിഷുകാലത്ത് കൈനീട്ടം, വിഷുകാലത്തൊക്കെ ചിലവർ ആഡംബരം കാണിക്കും. ആഡംബരം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് കൊണ്ട് എൻ്റെയൊക്കെ കുട്ടിപ്രായത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാശല്ല കേട്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് വിഷു കൈനീട്ടം. വിഷുവിൻ്റെ അന്ന് എൻ്റെ കയ്യിലാണ് ഈ ലക്ഷങ്ങൾ വില വരുന്ന നോട്ട്. ഞാൻ ഇന്നും അത് കൊടുക്കുന്നു. അത് മറ്റൊരാളുടെയാണ്, എൻ്റെതല്ല. എൻ്റെ കുട്ടിപ്രായമാണ്, അറിവില്ലാത്ത പ്രായമാണ്. പക്ഷെ അത് എൻ്റെ കൈ കൊണ്ട് വാങ്ങിയാൽ അവർക്കത് അടുത്ത ഒരു വർഷം വരെ ഐശ്വര്യമാണെന്നുള്ള രീതിയിൽ ഞാൻ ഇന്നും അത് കൊടുക്കുന്നു. ഇങ്ങനത്തെ കെട്ട് നോട്ടുകൾ എൻ്റെ കയ്യിൽ കൊണ്ടുതരാം. അതിൻ്റെ പുറത്ത് സ്വർണ്ണാഭരണങ്ങളും വെച്ചിട്ടുണ്ടാവും. അത് കൊണ്ട് തന്നിട്ട് എൻ്റെ കൈ കൊണ്ട് വാങ്ങും. എന്നിട്ട് 2 ബോട്ടിൽ നിറയെ ചില്ലറകൾ ഇങ്ങനെ വാരി വെച്ചിരിക്കും. വരുന്നവർക്കൊക്കെ എൻ്റെ കൈ കൊണ്ടാണ്, ഞാനാണ് വാരി കൊടുക്കുന്നത്. ഈ വിഷുവിനെ കൈനീട്ടം മേടിക്കാൻ വരും ആൾക്കാർ. അപ്പോൾ ഞാൻ ഓർക്കുന്നതാണ്, അന്നൊന്നും അത്രയും പാവപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ വഴിയോരത്തിരിക്കുന്ന ആൾക്കാരെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് വഴിയോരത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, എന്തിന് രാത്രി ഉറങ്ങുമ്പോൾ കൊതുകടി കൊണ്ട് ഉറങ്ങുമ്പോഴത്തേക്ക് പുതയ്ക്കാനൊരു പുതപ്പില്ലാതെ ഉറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ. നമ്മളൊന്ന് പുറകിലോട്ട് നോക്കിയാൽ അവരെയും കൂടെ ഒരല്പം സാന്ത്വനിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഡംബരം ഒരല്പം കുറച്ചിട്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് ആഡംബരമല്ലേ എന്ന്? ഇതെന്ത് ആഡംബരമാണ്? ഒരു ആഡംബരവും ഇല്ല. ഒരു പെൺകുട്ടിക്ക് ഒരു കമ്മൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും, ഒരു പെൺകുട്ടിക്ക് ഒരു പൊട്ട് വയ്ക്കാതിരിക്കാൻ പറ്റും, ഒരു പെൺകുട്ടിക്ക് കണ്ണെഴുതാതിരിക്കാൻ പറ്റും. പിന്നെ വസ്ത്രം എന്തായാലും ആണുമല്ലോ, അത്രയേ ഉള്ളൂ. ഒരാളെ കണ്ട് വിലയിരുത്തരുത് നമ്മൾ ഒരിക്കലും. അവർ മേക്കപ്പാണെന്ന് ഒരിക്കലും പറയില്ല. അവരൊരിക്കലും മേക്കപ്പല്ല. അത് പാരമ്പര്യമായിട്ട് അവർക്ക് കൊടുത്ത സൗന്ദര്യം അത് പിന്നെ ക്യാമറയിലും വീഡിയോയിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ മാറ്റമായിട്ട് കാണിക്കുന്നതാണ്. അല്ലാതെ അതിലൊന്നും ഒരു കഥയുമില്ല. 2 കുപ്പിയോളം ഇട്ടാലും ഉടനെ ആഡംബരമോ അങ്ങനെയൊന്നുമില്ല. ഇതൊന്നുമല്ല ആഡംബരം. ഇതിനപ്പുറത്തേക്ക് കുറേ ആൾക്കാരുണ്ട്. ചുമ്മാ ആഡംബരം കാണിച്ച് വിനിയോഗിക്കുന്ന കുറേ ആൾക്കാർ. സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് കളയുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കാശ് വെറുതെ പോകുന്നു എന്നാലേക്കുന്നത്. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടു ജോലിക്ക് നിൽക്കുന്നവരോട് ഒരു ഓണം വന്നാൽ, ഒരു വിഷു വന്നാലൊക്കെ അവർക്കും കൈനീട്ടം കൊടുക്കുക, ഒരു ജോഡി വസ്ത്രം എടുത്ത് കൊടുക്കുക. ഒരു നേരത്തെ അന്നം കഴിക്കാനായിട്ട്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അന്നം കഴിക്കാനായിട്ട് അവർക്ക് 100-500 രൂപ കൊടുക്കുക. അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് ലീവ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക. അവർ സന്തോഷിക്കട്ടെ. അവർ മനുഷ്യരാണല്ലോ, അവർക്ക് സന്തോഷിക്കാനുള്ള അവകാശവും ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ അവർ സന്തോഷിക്കട്ടെ. അപ്പം നിങ്ങൾ ഈ വിഷുക്കാലത്ത് നല്ല നല്ല നന്മകൾ ചെയ്തിട്ട് അടുത്ത വർഷത്തെ വിഷുവിനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലതുണ്ടാവട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നിങ്ങൾ ആരാധിക്കും. നിങ്ങൾക്ക് നന്മയും ഐശ്വര്യവും ഒക്കെ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വിഷു വരുന്നിടം വരെ എല്ലാവർക്കും വിഷു ആശംസകൾ.